ശ്രീലക്ഷ്മി സ്റ്റെനോ അക്കാഡമി. ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായിട്ട് ഓൾട്ടർനേറ്റീവ് ഫോംസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഇതിൽ ഇൻ്റർവീനിങ് വൊവൽസാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത്. ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ ബ്രീഫർ ഓർ ഈസിയർ ഔട്ട്ലൈൻ ഇനീഷ്യലി ഹുക്ഡ് ഫോം മേ ബി യൂസ്ഡ്. ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈസിയറായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹുക്ഡ് ഫോം തന്നെ യൂസ് ചെയ്യും. അതായത് ടെർ ബർ എന്നൊക്കെ നമ്മൾ പഠിച്ച ഹുക്ഡ് ഫോമിൽ ഈ ഹുക്കിൻ്റെ ഇടയിൽ ഒരു വവ്വൽ വരാം. അതാണ് ഇൻ്റർവീനിങ് വവ്വൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ബാർലി എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാർലി എന്ന് പറയുമ്പോൾ നമ്മൾ ബെറാണ് യൂസ് ചെയ്യുന്നത്. ബെറും അപ്പോഴും യൂസ് ചെയ്യുന്നു, പക്ഷേ ബാർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ബെറിൻ്റെ ഇടയിൽ ഒരു വവ്വലുണ്ട്, ഫസ്റ്റ് പ്ലേസ് വവ്വലാണ്. അപ്പോൾ നമ്മൾ എന്താണത് അവിടെ ഒരു വവ്വലുണ്ട് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് വവ്വലിടുന്ന അതേ പ്ലേസിൽ ഒരു ചെറിയ സർക്കിളാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വവ്വലുണ്ടെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ വായിക്കാം. അപ്പോൾ ബാർ എന്ന് വായിക്കാം, ബാർലി. അതേപോലെ ചലഞ്ചിൽ ചെൽ എൻ ജെ ആണ് നമ്മൾ സ്ട്രോക്ക് എഴുതുന്നത്. അപ്പോൾ ചെൽ എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ചലഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എ എന്നുള്ളൊരു വവ്വൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അവിടെയും ഫസ്റ്റ് പ്ലേസിലൊരു സർക്കിൾ കൊടുക്കുന്നു. അടുത്ത നെറേറ്റ് എന്ന് പറയുമ്പോൾ നെർ അതുപോലെ ടി ആണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് പ്ലേസിൽ ന റേറ്റ് എന്ന ആ എന്നുള്ള ഒരു വവ്വലുണ്ട്. അതുകൊണ്ട് ഒരു സർക്കിൾ കൊടുത്തെഴുതും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഹുക്ക്ഡ് ഫോം തന്നെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഉണ്ടെന്നറിയാനായിട്ട് ഒരു സർക്കിള് വവ്വൽ പോയിന്റിൽ ഇടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആൻ ഇൻ്റർവീനിങ് ഡാഷ് വവ്വൽ അവർ ഡിത്തോങ് മേ ബി ഇൻഡിക്കേറ്റഡ് ബൈ സ്ട്രൈക്കിംഗ് ദ സൈൻ. അടുത്തത് നമ്മൾ ഇപ്പോൾ ഡോട്ട് ഇടേണ്ട പ്ലേസിലാണ് സർക്കിൾ കൊടുത്തത്. അപ്പോൾ ഡാഷ് വവ്വൽ വരുന്ന പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഡാഷ് കൊണ്ട് ആ സ്ട്രോക്കിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ കൊയർസിലേക്ക് കെർ സർക്കിൾ അപ്പോഴെല്ലാം നമ്മൾ എഴുതുന്നത്, കെറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കെറിൽ തന്നെ ആ ഡാഷ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ കൊയർസിലി എന്ന് വായിക്കണം. നളിഫൈ നെല്ല് എഫ്, അവിടെ അതുപോലെ നെല്ലെന്നുള്ള സ്ട്രോക്കാണ് യൂസ് ചെയ്യുന്നത്. യു എന്നൊക്കെ വരുന്ന തേർഡ് പ്ലേസ് വവലാണ് ഇവിടെ വരുന്നത്. ഈ ഡാഷിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തേർഡ് പ്ലേസ് വവലാണ്. അപ്പോൾ അവിടെ നെല്ലിൽ നമ്മൾ ഡാഷ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. അതുപോലെ നെക്സ്റ്റ് ലെക്ചറിന് എൽ കെ ടെർ ആണ് സ്ട്രോക്ക് വരുന്നത്. പിന്നെ ലാസ്റ്റ് URE എന്ന് പറഞ്ഞിടത്തുള്ള എന്നുള്ള ഡിത്തോങ് ഈ ടെറിൻ്റെ എൻഡിൽ ജോയിൻ ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലെക്ചർ. നെക്സ്റ്റ്, ഇഫ് ദ വവ്വൽ സൈൻ cannot easily be written through the stroke, it may be placed at the beginning of the stroke. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ വവ്വൽ ഈ ഡാഷ് വവ്വൽ എന്ന് പറഞ്ഞത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇടാൻ പറ്റാത്ത സ്ട്രോക്കുകളുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ആ സ്ട്രോക്കിൻ്റെ ബിഗിനിങ്ങിൽ വേണമെങ്കിലും നമുക്കിടാം. ഇപ്പോൾ കോർണർ എന്ന് പറഞ്ഞിടത്ത് കെറും നെറും എഴുതുന്നു. അതിൻ്റെ ഫസ്റ്റിൽ തന്നെ നമ്മൾ ആ ഡാഷ് കൊണ്ട് കട്ട് ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ്, ടോളറബിൾ ടെല്ല് റേ ബെല്ല്, അതാണ് ടോളറബിളിൻ്റെ ഔട്ട്ലൈൻ. അപ്പോൾ ടെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ ഡാഷ് കൊണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ക്യാപ്ചർ നമ്മൾ ലെക്ചർ പറഞ്ഞതുപോലത്തെ ഒരു ഔട്ട്ലൈനാണ്. ക്യാപിറ്റർ എന്ന് പറയുമ്പോൾ ക്യാപ്ചറായി. ഇവിടെ ക്യാപ്ചേഴ്സ് എന്നുള്ളത് കൊണ്ട് ലാസ്റ്റ് ഒരു സർക്കിളൂടെ ചേർത്തിട്ടുണ്ട്. ക്യാപിറ്റർ സർക്കിളസ് ക്യാപ്ചേഴ്സ്. അത് കഴിഞ്ഞിട്ട് യു എന്നുള്ള ഡിത്തോങ് കൊണ്ട് ജോയിൻ ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, ലാസ്റ്റായിട്ടുള്ള പോയിൻ്റ്, ഇൻ വേർഡ്സ് ലൈക്ക് പെർസീവ്, ടെലഗ്രാഫി, മെർക്കുറി ദ ഹുക്ക്ഡ് ഫോം സഫിഷ്യൻ്റ്ലി റെപ്രസെൻറ്റ്. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പെർസീവ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ എഴുതുന്നത് പെർ സർക്കിൾ വി, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇടയിൽ വവ്വലുണ്ടെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. പ്രൊനൗൺസ് ചെയ്യുന്നത് എഴുതുന്നത് ഒരേ ഇതാണ്, പെർസീവ്. അതുപോലെ ടെലഗ്രാഫിക്ക് ടെല്ല് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. മെർക്കുറി എന്ന് പറഞ്ഞിടത്ത് മെർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വേറെ ഒന്നും ഇടേണ്ട കാര്യമില്ല, ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതാണ് ഓൾട്ടർനേറ്റീവ് ഫോംസിൻ്റെ സെക്കൻഡ് പാർട്ട്. താങ്ക് യു.